വേദന നിറഞ്ഞതാണ്. എനിക്കെന്തിങ്ങനെ അവസ്ഥ വന്നു എന്ന് ചിന്തിക്കുമ്പോഴും ഇതുപോലെ കഷ്ടതയിലൂടെ കടന്നുപോയ അനേകരെ ദൈവം നടത്തിയത് ഓർക്കുമ്പോൾ നമ്മുടെ അവസ്ഥകളെ നമുക്ക് മറക്കുവാനായിട്ട് കഴിയും. എന്നും കഷ്ടതയില്ല, എന്നും ഭാരമില്ല, എന്നും വേദനയില്ല. വേദനയില്ലാത്ത സന്തോഷമുള്ള അനുഭവത്തിലേക്ക് ദൈവം നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ലമാർമിക് ഹുസൈനിന്റെ ഒരു ശക്തനായ മിഷണറി ജാർഖണ്ഡിൽ ശുശ്രൂഷയിലായിരുന്നു. നാഗ്പൂരിലെ 24 മണിക്കൂർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സഹോദരനെ ജാർഖണ്ഡിലേക്ക് സ്കൂളിന്റെ ചാർജും സുവിശേഷകരുമായിട്ട് ദൈവം അയച്ചു. വളരെ സമർപ്പണമുള്ള ഒരു ദൈവവേലക്കാരനായിരുന്നു. സൂം മീറ്റിങ്ങിലേക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു പീരീഡിൽ ഉറക്കെ സംസാരിക്കാത്ത ഒരു യൗവനക്കാരൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് രാത്രി വിശ്രമിച്ചു. തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മിഷണറി കുടുംബം ഉണ്ട്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഈ യൗവനക്കാരനാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാതെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആ യൗവനക്കാരന്റെ മൃതശരീരമാണ് കണ്ടത്. നാട്ടിൽ ദൈവത്തിനുള്ളൊരു പെൺകുട്ടിയെ വിവാഹാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ. 32 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കാരാധനയെ നേതൃത്വം കൊടുക്കുമ്പോൾ മൊബൈൽ മോർച്ചറിയിൽ നിന്ന് ശവക്കുഴി വരെ ചെന്ന് വന്നിട്ടാണ് 3-4 ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് പെട്ടിയിലോട്ട് മാറ്റിയത്. ഞാൻ കുടിക്കരയിൽ നിന്ന് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൗവനക്കാരന്റെ ബോഡി എടുത്തുകൊണ്ട് വരുമ്പോൾ എൻ്റെ പ്രസംഗം നിന്നുപോയി. അത്രമാത്രം ഹൃദയത്തിനകത്ത് വേദനയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ അടുക്കൽ നിന്നിട്ട് എന്നെ ബലപ്പെടുത്തുകയായിരുന്നു. അതാണ് എനിക്ക് ഒരു ബലം നൽകിയത്. എനിക്ക് ആ ശുശ്രൂഷ ശരിയായി ചെയ്യാൻ കഴിയാതെ എൻ്റെ വാക്കുകൾ ഇറങ്ങിപ്പോയപ്പോൾ ആ യൗവനക്കാരൻ്റെ പിതാവ് എന്നെ ബലപ്പെടുത്തുവാനിടയായി. നമ്മുടെ പ്രത്യാശ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ വീട്ടില് രോഗിയായ ഒരു അപ്പനും രോഗിയായ ഒരു അമ്മയും. അപ്പൻ വടിയിടിച്ചാണ് നടക്കുന്നത്. ഒരു മകനും ഒരു മകളുമുണ്ട്. മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവളുടെ വിവാഹത്തിൽ ഞങ്ങൾ കുടുംബവുമായി സംബന്ധിച്ചിട്ടുണ്ട്. ആ ഒരു മകനാണ് ആ മാതാവിന്റെയും പിതാവിന്റെയും പ്രതീക്ഷ. ആ മകൻ ലോകത്തുനിന്ന് 32-ാമത്തെ വയസ്സിൽ വേർപെടുമ്പോൾ ഏതപ്പനാണ് സഹിക്കാൻ കഴിയുന്നത്? ഇന്ന് പകൽക്കാലം എനിക്ക് ദൈവമക്കളെ ദൈവം നമ്മെ എത്ര അതിശയകരമായി നടത്തുന്നു. ആ യൗവനക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റാരെങ്കിലും അടക്കാരാധനയ്ക്ക് ഏൽപ്പിക്കണം പറഞ്ഞ അത്രമാത്രം ഞങ്ങൾ തമ്മിൽ അടുത്ത സ്നേഹിതരാണ്. ഇല്ല, ഇന്ന് ആ കൂടെയുള്ള ദൈവദാസന്മാരുടെ ഉപവാസത്തിലാണ്, ലോകങ്ങളിലൊട്ടുന്ന ഉപവാസത്തിലാണ്, മറ്റ് ദൈവ സഹോദരന്മാരുടെ ഉപവാസത്തിലാണ്. ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ പറയട്ടെ, ആ അടക്കം കഴിഞ്ഞിട്ട് ഭവനത്തിലേക്ക് വന്ന യൗവനക്കാരൻ്റെ മാതാപിതാക്കളെ കാണുമ്പോൾ അവർ പറയുന്നു, ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി, എൻ്റെ മകൻ സ്വർഗത്തിലെത്തി. പകൽക്കാലം നമ്മുടെ പ്രത്യാശ എവിടെയാണ്? നമ്മുടെ ആ ചിന്തകൾ എവിടെയാണ്? സകലത്തിന് സകലവുമായ തൻ്റെ ഏക മകൻ നഷ്ടപ്പെടുമ്പോൾ ആ മാതാപിതാക്കളെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കുടുംബത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കണം. നായകൻ എന്നാണ് ആ യൗവനക്കാരൻ്റെ പേര്. ഇന്ന് പകൽക്കാലം മടങ്ങി വരട്ടെ. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ കേട്ടു. അതോട് ചേർന്ന് ചില വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടിടയായി. നമുക്കൊരു ധ്യാനിപ്പാൻ എബ്രായലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം വായിക്കും. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത് വചനം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ
അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. എന്റെ കർത്താവ് തന്റെ ജനത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി തന്റെ ജീവനെ അർപ്പിക്കുവാൻ ഇഷ്ടം തോന്നി. എന്റെ മൂത്ത സഹോദരന് തുല്യമായി കഷ്ടതയിലായി പോകുന്ന എന്നെ വിടുവിക്കുവാൻ, തകർന്നു പോകാവുന്ന എന്നെ കരുതുവാൻ എന്റെ കർത്താവ് പകരക്കാരനായി കാൽവരിയിൽ മരിച്ചു. ആ ദൈവ സ്നേഹത്തെ എത്ര പേർക്ക് ഓർക്കുവാൻ കഴിയും? കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഇതാവിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. തന്റെ കഷ്ടതയ്ക്കും ദൈവത്തിന് നന്ദി പറഞ്ഞെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ തളർന്നു പോകാതെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, എല്ലാറ്റിനും നന്ദി പറയുക. ചില സെക്കൻഡുകൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മൾ ചെയ്ത എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തെ ഒരാഴ്ച വെട്ടാൻ കാത്തില്ലയോ? വരാമായിരുന്ന വിപത്തുകളും ദൈവം വിടുവിച്ചില്ലയോ? ദൈവത്തിന്റെ സന്നിധി നന്ദിയുള്ള ഹൃദയവുമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ സകല നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ദൈവം നിറയ്ക്കുക. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരാഴ്ച വട്ടം കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്കടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. ഞങ്ങളെ കേൾപ്പിച്ച സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. ജീവിക്കുന്നതിന് സാക്ഷിയായിട്ട് പിതാവിനെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ പ്രത്യാശയോടെ ഉറപ്പിക്കുക. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുക. ഞങ്ങളും കഷ്ടതകളും ശോധനകളും വരുമ്പോൾ ഈ കർത്താവിനെ തള്ളി പറയാതെ ആ കർത്താവിന് നന്ദി പറയുന്നവരായി മാറുക. അവിടെ നിന്ന് കൃപ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥലങ്ങളിലിരിക്കാം. കഴിഞ്ഞ ദിവസം 3 ശിശുവിടെ നേരിട്ട് വന്ന് വടക്കാരാധന നടത്തി പകലും രാത്രി 21 സുവാസം പ്രസംഗങ്ങളുടെ ശബ്ദത്തിന് ബുദ്ധിമുട്ടുള്ള നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം കൂടെ ആ വാക്ക് വായിക്കും. ഇബ്രാഹിം 2-ാം അധ്യായം 17-ാമത് വാക്ക്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുക, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും എന്റെ ദൈവം കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. എന്റെ കർത്താവ് സകലത്തിലും ഉയർച്ചയിലും താഴ്ചയിലും നന്മയിലും അനുഗ്രഹത്തിലും കഷ്ടതയിലും വേദനയിലും നന്മയിലും നമുക്ക് സഹോദരനായി തീരുവാൻ ആവശ്യമായിരുന്നു. യേശു കർത്താവ് അനുഭവിച്ച കഷ്ടതകളും വേദനകളും നിന്ദയും പരിഹാസവും എല്ലാം നമുക്കൊരു മാതൃകയാണ്. നമുക്ക് നല്ലൊരു മാതൃക കർത്താവ് വച്ചിട്ട് പോയി. ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ യേശു കാൽവരിയിൽ തന്റെ ജീവനെ അർപ്പിക്കുവാൻ ഇടയായി. എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു ഉടഞ്ഞ പാത്രം പോലെ എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയും? ലോകം ഒരിക്കലും ഒരു ദൈവത്തിന് അനുകൂലമല്ല. നമ്മുടെ തകർച്ച കാണുവാൻ, നമ്മുടെ നാശം കാണുവാൻ കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
അവരുടെ നടുവിൽ നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ നമ്മൾ മടിക്കരുത്. ജീവിതത്തിന്റെ ഏത് മേഖലയിലും ആ കർത്താവിനെ ഉയർത്തുവാൻ നമ്മൾ മടിക്കരുത്. എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തുവാനാണ് കർത്താവ് കാൽവരിയിൽ മരിച്ചത്. അങ്ങനെ ആരൊക്കെ ഏറ്റെടുക്കുന്നു ആ കർത്താവ് ദൈവിക കാര്യങ്ങളിലൊക്കെയും വിശ്വസ്ത മഹാപുരോഹിതനായിരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരാണോ? കഴിഞ്ഞ വ്യാഴാഴ്ച അമ്മാനോടൊത്ത് ആ നടുക്കാട് നിമിഷം പ്രസംഗിച്ച യാക്കോബാസയുടെ തിരുമേനി അദ്ദേഹം പ്രസംഗിച്ച അതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം പരശുവയ്ക്കൽ ഓർപ്പിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, അത് ചില താലന്തുകൾ ആളുകൾക്ക് കൊടുത്തിട്ട് യജമാനൻ ദൂരദേശത്തേക്ക് പോയി. 5 താലന്ത് കൊടുത്തവൻ 5 കൂടെ നേടി യജമാനെ സന്തോഷിപ്പിച്ചപ്പോൾ 2 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് കൂടെ നേടി യജമാനെ സന്തോഷിപ്പിച്ചപ്പോൾ 1 താലന്ത് ലഭിച്ചവൻ കൊണ്ടുപോയി റൂമാലിൽ കെട്ടിക്കുടിച്ചിട്ടു. ആ ദൈവത്തിന്റെ ഭക്തൻ സ്റ്റേജിൽ നിന്ന് ചോദിച്ചു, ആ 1 താലന്ത് ലഭിച്ചവൻ ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഒരു മനുഷ്യനും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം വളരെ വിനയമായി പറഞ്ഞു, ആ ഒരാള് 1 താലന്ത് ലഭിച്ചത് ആരെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ വീട്ടിൽ പോയി കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം കണ്ടാൽ ആ പറയും, ആ വ്യക്തിയാണ്, ഞാനാണ് 1 താലന്ത് കുഴിച്ചിട്ടത്. എത്രയോ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് നൽകി, എത്രയോ കൃപകൾ ദൈവം നമുക്ക് നൽകി. സ്റ്റേജിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് സുവിശേഷകരാകയില്ല, ആകാതാകയില്ല. പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിച്ചുമോ? ട്രാക്ട് കൊടുക്കുവാൻ കൃപ ലഭിച്ചുമോ? കർത്താവിന്റെ ആലയത്തെ തൂക്കുവാൻ കൃപ ലഭിച്ചുമോ? അതെല്ലാം കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കുവാനല്ല, വിശ്വസ്ത മഹാപുരോഹിതരായി ജീവിക്കുവാൻ. യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായ ശേഷം ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും എന്റെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങൾ എത്രമാത്രം വിശ്വസ്തനായിരുന്നു. നമുക്ക് പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നും ഇല്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഒരു ദിവസം എനിക്ക് രാത്രിയിൽ വാഹനം ഓടിക്കാനായിട്ട് അല്പം കാഴ്ചക്കുറവുണ്ട്. നമ്മുടെ സഹോദരങ്ങളെ വിളിക്കാൻ ചോദിച്ചപ്പോൾ ഇന്നലെ കൺവെൻഷൻ നോട്ടീസ് കൺവെൻഷൻ കഴിയുമ്പോൾ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വിളിക്കാൻ ആഗ്രഹിച്ചവരെല്ലാം അവിടെ നിയോഗിച്ചിട്ടാണ് പോയത്. ഞാൻ സ്വന്തമായി വാഹനം ഓടിച്ചു വരുമ്പോൾ എതിരെ വരുന്ന ഒരു വാഹനം ടെമ്പോ ട്രാവലറാണെന്ന് വിചാരിച്ചു. ടെമ്പോ എന്നെ കണക്കാക്കി എന്റെ കാറിന് സൈഡ് കൊടുത്തു. എന്റെ കാറിൽ യാത്ര ചെയ്തവരെല്ലാം കണ്ടത് വലിയ ലോറിയാണെന്ന്. അടുത്ത് വന്നപ്പോഴേക്കാണ് മനസ്സിലാക്കിയത് അത് 16 വീലുള്ള ഒരു ലോറിയായിരുന്നു എന്ന്. ഞാൻ എന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് അത് അത്രയും വലിയ ലോറിയായിരുന്നുവെങ്കിൽ ഞാൻ വണ്ടി ഒതുക്കി നിർത്തുമായിരുന്നു. പലയിടത്ത് ഒതുക്കി നിർത്തിയാണ് വന്നത്. പക്ഷേ അത് അടുത്ത് വന്നപ്പോൾ ലോറി ഡ്രൈവർ എന്തായാലും അത് മനസ്സിലാക്കി അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ട് അത് ഒരു അപകടവും കൂടാതെ വീട്ടിലെത്തിച്ചു. ഇന്ന് ദൈവവചനം പ്രസംഗിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുള്ളതുകൊണ്ട് മാത്രം എന്നെ കേൾക്കുന്ന ദൈവവചനെ എന്നെയും നിങ്ങളെയും ദൈവം സംരക്ഷിക്കുന്ന വിധങ്ങൾ അത് കഴിഞ്ഞപ്പോൾ എന്റെ കൊച്ചുമാൻ പറഞ്ഞു, അപ്പാപ്പൻ കണ്ടില്ലേ, അത് വലിയ ലോറിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എന്റെ കണ്ണിന്റെ കാഴ്ച അത്രയും എത്തിയില്ല രാത്രി ആയതുകൊണ്ട്. എങ്കിലും ദൈവം നമ്മെ കാക്കുന്ന വിധങ്ങൾ ഇന്ന് പകൽക്കാലം ആ കർത്താവിന് നന്ദി പറയുവാൻ, എത്രമാത്രം ദൈവത്തിന് സ്തോത്രം പറയുവാൻ നമുക്ക് വഴിയുണ്ട്. ഇന്നും പകലും എന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായ എന്റെ അരുമനാഥൻ ദൈവകാര്യങ്ങളിലൊക്കെ വിശ്വസ്ത മഹാപുരോഹിതനായിരുന്നു. നമ്മുടെ ചിന്തകളെല്ലാം ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങളെല്ലാം ദൈവത്തിന്റെ വിചാരങ്ങൾ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എബ്രായലേഖനം 2-ാം അധ്യായം 9-ാമത് വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിച്ച ഭാഗമാണ്. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചത് കൊണ്ട് കർത്താവ്
മരണം ആസ്വദിച്ച് മരണം അനുഭവിച്ചു എന്നാണ്. മരണം ആസ്വദിക്കുകയും മരണം അനുഭവിക്കുകയും ചെയ്തു. അപ്പൊ ദൂതന്മാരെക്കാൾ അല്പം മാത്രം ദൈവം തന്റെ പുത്രനെ താഴ്ത്തിയത് മരണം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടത് കൊണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എന്റെ കർത്താവ് എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ അത് തന്നെ യാഗമാക്കി തീർത്തത് എനിക്ക് വേണ്ടി മരണം ആസ്വദിക്കുവാൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കൊലോസ്യരുടെ 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രൂശിൽ മരണം ആസ്വദിച്ച് മരണം അനുഭവിച്ചത് എന്തിനു വേണ്ടി? വായിക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ഉയർന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. എന്റെ കർത്താവ് ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനായി ഇരുന്ന് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഇന്ന് രാത്രി പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൽ മരണകരമായ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് നാം ദൈവസന്നിധിയിൽ ചോദിക്കണം, ദൈവിക കാര്യങ്ങളിൽ ഞാൻ എത്രമാത്രം വിശ്വസ്തനാണ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞ കർത്തൃദാസൻ തന്റെ 22-ാമത്തെ വയസ്സിൽ യേശുവിനെ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഇനി ഞാനെന്ന് ലോകത്തിൽ യേശുവിനെ അറിയാതെ ജീവിച്ച വ്യക്തിയാണ്. കർത്താവിനെ കണ്ടെത്തിയത് വളരെ വൈകിയാണ്. എന്നാൽ ഞാന് ഒരിക്കൽ ലവോമിക്കൂസിൽ പവർ ക്യാമ്പിൽ പിതാവ് പങ്കെടുക്കുമ്പോൾ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇറങ്ങി വന്നു. അനേകരെ പുതുതായി അഭിഷേകം ചെയ്തു. ഈ പ്രിയപിതാവ് ആ സെക്ഷൻ കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് 3 കസേരയ്ക്ക് അപ്പുറം ഞാൻ പോയി വീണുപോയി. നോക്കണമേ, ഒരു പ്രാഗൽഭ്യവും പറയാനില്ലാത്ത എന്നെ ശുശ്രൂഷയിൽ ദൈവം നിർത്തിയെങ്കിൽ അത് ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലും ആ ദൈവശക്തിക്ക് കുറവ് വന്നു പോയിട്ടില്ല. എന്റെ ആഗ്രഹം എന്റെ ബലഹീനമായ ശരീരമല്ല, ഇന്ന് പകല് ആ ദൈവത്തിന്റെ ശക്തി കഴിഞ്ഞ പകൽക്കാലം അത് ആ ക്യാമ്പസിനകത്ത് ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽ ചിലരും കൂടെ അഭിഷേകം പ്രാപിച്ചിട്ട് മടങ്ങിപ്പോകാവോ. ആ ദൈവത്തിന്റെ കാര്യങ്ങളിൽ എത്ര വിശ്വസ്തത കാണിക്കുന്നതോ അതിനനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തി ഉണ്ടാവും. നമ്മുടെ വാക്ചാതുര്യം കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പരിചയ സമ്പന്നതയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. എന്റെ കർത്താവ് എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തമന മഹാപുരോഹിതനായിരുന്നു. കൊലോസ്യ ലേഖനം വായിക്കാൻ ഒന്നിന്റെ 15 പ്രാവശ്യം കൂടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം, വാഴ്ചയ്ക്കും അധികാരത്തിനും ആയുധവർഗമുണ്ട് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നീ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുവാൻ. പിശാചും അവന്റെ കൂട്ടരും ആയുധവർഗം എടുക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുക തക്കവണ്ണം ശക്തിയുള്ളതാണ്. ദൈവത്തിന്റെ ആയുധവർഗം ധരിച്ച ഒരു ദൈവപൈതലിന് മാത്രമേ പിശാചിന്റെ ആയുധവർഗങ്ങളോട് പോരാടുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെതായ ഭക്തന്മാരെ കൊണ്ട് ദൈവം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ മിഥ്യാന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം അവനോട് പറഞ്ഞു, നീ വാളും കുന്തവും ഒന്നും എടുക്കണ്ട,
വാളും കുന്തമെടുത്ത ഒരു വലിയ സൈന്യം നിന്റെ മുമ്പിലുണ്ട്. നിന്റെ കയ്യിൽ വാൾ തരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവിടെ തലയെ വെട്ടുക, അവിടെ നന്മയെ കവരുക. നീ ദൈവത്തെ സ്തുതിച്ചാൽ മതി, ദൈവത്തെ ആരാധിച്ചാൽ മതി. പുരോഹിതന്മാർ 300 പേർ കാഹളം നീട്ടി ഊതി അവരുടെ കയ്യിലുണ്ടായിരുന്ന കുടമുടച്ചപ്പോൾ പന്തം ആളിക്കത്തുവാൻ ഇടയായി തീർന്നു. അത് പന്തം കത്തിച്ച് കാഹളം നീട്ടി ഊതിയപ്പോൾ ശത്രുവാലയത്തിൽ വലിയ പാച്ചലുണ്ടായി. ശത്രു സൈന്യം തമ്മിൽ വെട്ടി. ഇന്ന് പകൽക്കാലം നമ്മുടെ ആയുധങ്ങൾ, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ശത്രുവിനെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധമുണ്ടായിരുന്നു. എന്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്താൽ ഇനിയും നമ്മെ പാപത്തിലേക്ക് വലിച്ചടയ്ക്കാതെ വണ്ണം ശത്രുവിന്റെ കയ്യിലെ ആയുധവർഗത്തെ എന്റെ കർത്താവ് കീഴ്പ്പെടുത്തി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിക്കുന്ന ഒരു ശക്തി ദൈവത്തിനുണ്ടായിരുന്നു. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച ഒരു ദൈവ പൈതലിന്റെ മേലാണ് ആ അധികാരം കൈമാറുന്നത്. ഇന്ന് പകൽ ഈ അധികാരം എന്റെ മേൽ കൈമാറിയാൽ, അത് നിങ്ങളുടെ മേൽ കൈമാറിയാൽ, നിങ്ങൾ കടന്നു ചെന്ന് എല്ലാ ഇടങ്ങളും അത്ഭുതങ്ങൾ നടക്കും. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ച് അടുത്ത ഭാഗം. ക്രൂശിൽ യേശു മരണമാസ്വദിച്ചത് വാഴ്ചകളെയും അധികാരങ്ങളുടെയും അണപ്പല്ല് തകർത്ത് അവന്റെ ആയുധങ്ങളെ കർത്താവ് കാൽക്കീഴിൽ വെച്ച് അതിന്റെ മേൽ ജയോത്സവം കൊണ്ടാടുകയാണ്. അടുത്ത ഭാഗം. അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച ദൈവത്തിന്റെ സർവായുധവർഗം ഒന്നിലധികം പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് വിശദമായി. അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും രക്ഷ എന്ന അതേ ശിരസ്ത്രമേന്തി അതേ സ്തോത്രം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെതായ ആ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്ത ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം പിശാചിനെ ഭയപ്പെടേണ്ട. അവന്റെ ആയുധപ്പുരെ തകർക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകും. അവന്റെ തലയെ കർത്താവ് കാൽവരിയിൽ വെച്ച് തകർത്തു. ഇന്ന് അവൻ തന്ത്രങ്ങളുമായി പുറകെ നടക്കുക. എങ്ങനെ ഒരു ദൈവപൈതലിനെ വീഴിക്കാം, എങ്ങനെ ഒരു അഭിഷക്തനെ തകർക്കാം, അതാണ് ശത്രുവിന്റെ തന്ത്രം. പിശാചിന് സാധാരണക്കാരെ വേണ്ട. ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന അഭിഷക്തന്മാരെയാണ് പിശാചിന് നോട്ടം. ഒരു സഭയുടെ പാസ്റ്ററെ പിശാചിനെ വീഴ്ത്തിയാൽ വിശ്വാസികളെ വീഴ്ത്താൻ എത്ര എളുപ്പം. അതുകൊണ്ട് ദൈവവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് കൂടുതലുണ്ട്. ദൈവദാസന്മാർക്ക് വീണു പോകാതിരിക്കുവാൻ, അവരെ പിശാച് തോൽപ്പിച്ച് കളയാതിരിക്കുവാൻ, ശത്രു നമ്മെ തകർത്ത് കളയാതിരിക്കുവാൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ച് അവയുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി യേശു. അടുത്ത ഭാഗം. അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചു അല്ല, അവിടെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ച് അവരെ പരസ്യമായ കാഴ്ചയാക്കി കർത്താവ് മാറ്റി. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. നമ്മൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചവരാണെങ്കിൽ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. മരണം സകല മനുഷ്യനും വരും. പക്ഷെ മരണത്തിനപ്പുറമായി അനുഭവിക്കുന്ന നിത്യമായ സന്തോഷത്തെ കുറിച്ച് ഒരു ദൈവത്തിന്റെ ആകത്ത് പ്രത്യാശ വന്നാൽ അവന്റെ മരണഭീതി മാറിപ്പോകും. ഇന്ന് പകൽക്കാലം നമ്മുടെ മരണഭീതി മാറുവാൻ കർത്താവ് ക്രൂശിൽ ശത്രുവിന്റെ തലയെ തകർത്തു. അവന്റെ ആയുധവർഗം വൈപ്പിച്ച അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി ശത്രുവിനെ പരസ്യമായ കാഴ്ചയാക്കി. ഇന്ന് പകൽക്കാലം നമ്മളെ പരസ്യ കാഴ്ചയാക്കുവാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ, നമ്മെ നാണം കെടുത്തുവാൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ,
എന്റെ കർത്താവ് നമുക്ക് വേണ്ടി അവനെ പരസ്യമായ കാഴ്ചയാക്കി. എബ്രായർ 2-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവൻ, ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകുവാൻ. യേശു ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനാണ്. ലോകപ്രകാരം മഹാപുരോഹിതനാകുവാൻ ചില വ്യവസ്ഥകളുണ്ട്. എന്നാൽ യേശു കർത്താവ് ലോകപ്രകാരമുള്ള അതേ സ്തോത്രം പൗരോഹിത്യമല്ല സ്വീകരിച്ചത്. ഇബ്രാഹിം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ, ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. കാരണം ദൈവിക വ്യവസ്ഥ പ്രകാരം യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ലേവി ഗോത്രത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ലേവി ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഒരുവനും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വ്യവസ്ഥ ഇല്ല. അതുകൊണ്ട് ദൈവം അഹരോന് പകരം അഹരോന്റെ പുത്രന്മാരെ ഇങ്ങനെ ധാരാളം ഒരു വലിയ പട്ടിക തന്നെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ലേവി ഗോത്രത്തെയാണ്. ലേവി ഗോത്രത്തിന് മാത്രമേ ദൈവസന്നിധി വന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ യേശു ജനിച്ചത് ലേവി ഗോത്രത്തിലല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് യെരൂശലേമിൽ നിന്ന് ഒരു കുടുംബം എലീമേലെക്കും നവോമിയും 2 ആൺമക്കളായ മഗ്ലോനും കില്യോനുമായി മോവാബ് ദേശത്ത് പോയി പാർത്തു. മോവാബ് ദേശത്ത് പോയി 2 ആൺമക്കളും വിവാഹം കഴിച്ചു, ഓർപ്പയും രൂത്തും. അത് കഴിഞ്ഞപ്പോൾ 2 ആൺമക്കളും മരിച്ചു, എലീമേലേക്കും മരിച്ചു. 3 വിധവകളായ സ്ത്രീകൾ ശേഷിക്കുമ്പോൾ നവോമി 2 മരുമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേശത്തിലേക്കും ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകുകയും ബേത്ലഹേം അപ്പത്തിന്റെ വീടെന്നറിയപ്പെടുന്ന പട്ടണത്തിൽ ഇപ്പോൾ കഷ്ടത മാറി അവിടെ പട്ടിണി മാറിയതായിട്ട് അറിയുന്നു, ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഓർപ്പ ഒരു ചുമ്മനം കൊടുത്തിട്ട് അമ്മായി എന്നെ വിട്ടുപോയപ്പോൾ രൂത്ത് പറയുന്നൊരു മറുപടിയുണ്ട്, മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരികയില്ല. മരണം എന്നെ വേർപിടിക്കുന്നത് വരെ ഞാൻ നിന്റെ കൂടെ കൂടും. രൂത്ത് പറയുകയാ, ഞാൻ നിന്നോടുകൂടെ പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ദൈവം എന്റെ ദൈവം. ന്യായപ്രമാണ പ്രകാരം മോവാബിനും അമ്മോന്യനും ശപിക്കപ്പെട്ട ജാതിയാണ്. ലോത്തിന്റെ തലമുറയിൽ ഉണ്ടായ ശപിക്കപ്പെട്ട ജാതികളാണ്. ഒരു അമ്മോന്യനോ മോവാബ്യനോ 10-ാം തലമുറ വരെ പോലും ദൈവാലയത്തിൽ കടക്കരുത് ദൈവം വ്യവസ്ഥ ചെയ്യുമ്പോൾ ഇതാ മോവാബ്യ കുടുംബത്തിലെ ഒരു രൂത്ത് ഈ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു. ആ മോവാബ്യ കുടുംബത്തിൽ നിന്ന് രൂത്ത് യേശു കർത്താവിന്റെ വല്യമ്മച്ചിയാണ്. മോവാബ്യ കുടുംബത്തിലെ പാരമ്പര്യത്തിലാണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പൗലോസ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മോവാബ്യ സ്ത്രീയായ രൂത്ത് ഈ നവോമി സേവിച്ച ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് യേശുവിന്റെ വല്യമ്മച്ചിയാകാനുള്ള ഭാഗ്യം രൂത്തിന് ലഭിച്ചു. വേദപുസ്തകം വിളിച്ചു പറയുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്ന് പൗരോഹിത്യമില്ല. യേശു യഹൂദ ഗോത്രത്തിലാണ് ജനിക്കുന്നത്, ബോമസിന്റെ ഗോത്രത്തിൽ. അവിടെ പാരമ്പര്യപ്രകാരം പൗരോഹിത്യം നഷ്ടപ്പെടുകയില്ല, ലഭിക്കയില്ല. അത് ലേവി ഗോത്രത്തിലാണ് ലഭിക്കുന്നത്. 7-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം
എന്ന് പറയാതെ അഹരോന്റെ ക്രമപ്രകാരമാണ് വ്യവസ്ഥപ്രകാരം പൗരോഹിത്യം ലഭിക്കേണ്ടത്. എന്നാൽ അഹരോന്യ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം. കാരണം ഒരു ദൈവത്തിന് സ്തോത്രം പറയും. അഹരോന്യ പാരമ്പര്യത്തിന്റെ പൗരോഹിത്വം ഏലി പുരോഹിതന്റെ കാലഘട്ടം വരുമ്പോൾ തന്റെ മക്കൾ ദൈവത്തിന് വിരുദ്ധമായി ജീവിച്ചത് കൊണ്ട് അവിടെ പൗരോഹിത്യം ഉടയപ്പെടുകയാണ്. എന്നാലും സെഖര്യാവിന്റെ കാലഘട്ടം വരെ പൗരോഹിത്യം നിലനിന്നു. സെഖര്യ പുരോഹിതന്റെ മകനാണ് അടുത്ത് യോഹന്നാൻ പുരോഹിതനാകേണ്ടത്. ദൈവമന് സ്വന്തം വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത് മരുഭൂമിയിൽ കൊണ്ടുപോയി വെട്ടുക്കിളിയും കാട്ടുതേനും കൊടുത്ത് അവനെ ജീവിപ്പിച്ചു. യെരൂശലേം ദൈവാലയത്തിന്റെ തിരശീല യേശുവിന്റെ ക്രൂശ് മരണത്തോടെ രണ്ടായി ചീന്തിക്കളഞ്ഞിട്ട് പുതിയൊരു പൗരോഹിത്വം എന്റെ കർത്താവിന് കൈമാറി. അതാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്വം. അഹരോന്യ പൗരോഹിത്വമാണ് പാരമ്പര്യമായി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടതെങ്കിൽ രൂത്തിന്റെ തലമുറയിൽ നിന്ന് യഹൂദ ഗോത്രത്തിൽ നിന്ന് ഒരു പൗരോഹിതൻ ഉണ്ടാകുക ന്യായപ്രമാണ പ്രകാരം അസാധ്യമാണ്. ന്യായപ്രമാണത്തിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് കർത്താവ് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനെ ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. അടുത്ത വാക്യം കൂടെ വായിക്കാം. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. അവിടെ പൗരോഹിത്വം മാറുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല വന്നത്, അത് നിവർത്തിപ്പാനാണ് വന്നത്. അവിടെ പഴയ നിയമം വേണ്ട എന്നല്ല, പക്ഷെ പുതിയൊരു മഹാപുരോഹിതനെ ദൈവം പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ പഴയ പാരമ്പര്യം അവിടെ അവസാനിക്കുകയാണ്. വേദപുസ്തക പ്രകാരം അവസാനത്തെ പൗരോഹിത്വം അത് സെഖര്യാവിനാണ്. സെഖര്യാവിന്റെ മകനെ ദൈവ അഭിഷക്ത ശുശ്രൂഷക്കായി വേർതിരിച്ചത് കൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നു, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിക്കും. അങ്ങനെ യെരൂശലേമിലും യഹൂദ്യർ എല്ലായിടത്തും ശമര്യയിലും ഭൂമിടത്തോളം നിന്റെ സാക്ഷിയായി തീരും. കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ ഒരു പുത്തൻ അഭിഷേകത്തോടെ പുതിയ പൗരോഹിത്വം ദൈവം തന്റെ ജനത്തിനു വേണ്ടി വേർതിരിക്കുന്നു. ആരാണ് മൽക്കീസേദെക്ക്? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18 മുതൽ. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. ലേവി ഗോത്രത്തില് പൗരോഹിത്വം കൊടുത്തത് ജനത്തെ ശുശ്രൂഷിപ്പാനാണെങ്കിൽ മൽക്കീസേദെക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ലേവി ഗോത്രപ്രകാരം പാരമ്പര്യമായി ലഭിക്കേണ്ടുന്ന പൗരോഹിത്വത്തെ ദൈവം എടുത്തു മാറ്റിയിട്ട് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം കൊണ്ടുവന്നു. ഞാൻ പലയിടത്തും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ പിതാവ് മരിക്കുന്നത് വരെ ഹരേ രാമ ഹരേ കൃഷ്ണ മാത്രം പാടിയ അപ്പന്റെ മകനായി എന്നെ കൊണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത് പാരമ്പര്യം വച്ചിട്ടല്ല. പാരമ്പര്യം എവിടെ മുറിയുന്നുവോ അവിടെ അഭിഷേകം ജ്വലിക്കും. ഹല്ലേലൂയ. വായിക്കാം ബാക്കി. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അവിടെ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ് മൽക്കീസേദെക്ക്. ആ അബ്രഹാമിന് ആ പുരോഹിതനെ ദൈവം നേരിട്ട് അനുഗ്രഹിച്ച വ്യക്തി. അടുത്ത വാക്യം.
നിന്റെ ശത്രുക്കളെ നിന്റെ കൈ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിനും ദശാംശം കൊടുത്തു. ഈ മൽക്കീസേദെക്കിന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. ലേവിയ പൗരോഹിത്വം വരുന്നതിന് മുമ്പേ, അബ്രഹാം ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പേ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്ത ദൈവത്തിന്റെ പുരോഹിതനാണ് മൽക്കീസേദെക്ക്. ദൈവത്തിന്റെ പൗരോഹിത്വം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശുക്രിസ്തുവിന് ദാനം ചെയ്യുകയാണ്. അത് ലേവി ഗോത്രത്തിൽ നിന്ന് വന്നതല്ല. ലേവി ഗോത്രത്തിന് കൊടുത്ത പൗരോഹിത്വം മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് യാഗം കഴിക്കുവാൻ, മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ. മൽക്കീസേദെക്ക് ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അബ്രഹാം ഈ മൽക്കീസേദെക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു. എബ്രായലേഖനം 7:17 ഒന്നുകൂടെ വായിക്കാം. നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ് യേശു. ഇന്ന് പകല് ചില പാരമ്പര്യത്തിന്റെ കെട്ടുകൾ ദൈവം മുറിക്കും. എന്റെ അപ്പൂപ്പൻ മുതൽ, എന്റെ കാലം മുതൽ ഞാൻ യേശുവിനെ അറിഞ്ഞുവെന്ന് പറഞ്ഞിരിക്കുന്ന ചിലരുണ്ടല്ലോ, ബന്ധിക്കപ്പെട്ട് ഇന്ന് പകൽ ആ കെട്ട് പൊട്ടണം. നമുക്ക് പാരമ്പര്യമൊന്നും പറയാനില്ല. അതെ, ഇന്ന് പകൽ നമ്മുടെ കർത്താവ്, നമ്മുടെ മഹാപുരോഹിതൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന പുരോഹിതനാണ്. ആ മഹാപുരോഹിതന്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് എബ്രായലേഖനം 5-ാം വാക്യം, അവന് ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. യേശു സ്വന്തമായി മഹാപുരോഹിതനായവനല്ല. പിന്നെയോ പിതാവായ ദൈവം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനാക്കി മാറ്റിയതാണ്. ലേവിയ ഗോത്രത്തിലെ പുരോഹിതന്മാർ ഒരുവൻ പാപം ചെയ്താൽ അവന് വേണ്ടി ആടിനെയോ കാളയെയോ പ്രാവിനെയോ യാഗമർപ്പിച്ച് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു മഹാപുരോഹിതനും തന്നെ യാഗമർപ്പിച്ച ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വന്ന യേശു എന്ന മഹാപുരോഹിതൻ കാളകളുടെയും ആട്ടുകൊറ്റന്റെയും യാഗത്തിന് പകരമായി തന്റെ രക്തം കാൽവരിയിൽ ചൊരിയപ്പെട്ടു. അതുവരെയും അവകാശം പറഞ്ഞു നിന്ന് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ച അവയെ പരസ്യ കോലമാക്കുവാൻ, തന്റെ രക്തം ചൊരിയുവാൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശു മഹാപുരോഹിതനായി മാറി. എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു അതേ പൗരോഹിത്യം സ്വന്തമായി എടുത്തതല്ല. എബ്രായലേഖനം 6:20 വാക്യം, അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. യേശു കർത്താവ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമായി പുരോഹിതനായി നമുക്ക് മുമ്പേ പ്രവേശിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ അപ്പൻ മരിക്കുമ്പോൾ മകൻ പുരോഹിതനായി വരുന്നതായിരുന്നു പതിവ്. ഒരു പുരോഹിതന് ഒരു കാലയളവുണ്ട്. ഏലി പുരോഹിതൻ പ്രായമാകുമ്പോൾ അവന്റെ കണ്ണു മങ്ങി വചനം പ്രസംഗിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. യാഗം കഴിക്കാൻ കഴിയാതെ വണ്ണം തന്റെ ശരീരം ബലഹീനമായി ദൈവാലയത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടുന്ന വിളക്ക് സന്ധ്യയാവുമ്പോൾ പോയി അണയ്ക്കും. അവന്റെ കണ്ണു മങ്ങിയപ്പോൾ ഏലി പുരോഹിതന് ശേഷം അതേ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടുന്ന ഏലി പുരോഹിതന്റെ മക്കൾ ദൈവ വഴി വിട്ട് യാത്ര ചെയ്തപ്പോൾ, ദൈവഹിതമില്ലാത്ത രീതിയിൽ ജീവിച്ചപ്പോൾ, ഏലി പുരോഹിതന് യാഗം കഴിക്കുമ്പോൾ യാഗപീഠത്തിൽ യാഗം കഴിച്ചാൽ അതിന്റെ പ്രധാന ഭാഗം യാഗം കഴിച്ചിട്ട് ബാക്കി മുഴുവനും പുരോഹിതനും തന്റെ മക്കൾക്കും ഭക്ഷിക്കാനുള്ളതാണ്. ഒരാടിനെ യാഗം കഴിച്ചാൽ അതിന്റെ വലത്തെ കൈക്കുറക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുഷ്ടിയുള്ള മാംസം പുരോഹിതന്റെ മക്കൾക്ക് ഭക്ഷിക്കാനുള്ളതാണ്. പക്ഷെ യാഗപീഠത്തിൽ യാഗം കഴിച്ച ശേഷമേ അത് വേർതിരിക്കാവൂ. അതാണ് വ്യവസ്ഥ.
എന്നാൽ ഏലി പുരോഹിതന്റെ മക്കൾ ഈ യാഗപീഠത്തിൽ നിന്ന് മുപ്പല്ലിയുമായി കൊത്തിയെടുത്തുകൊണ്ട് പോയി അത് യാഗം കഴിച്ച് തീരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് യാഗപീഠത്തിൽ ശുശ്രൂഷ നിന്ദിക്കപ്പെട്ടു. ദൈവത്തിന്റെ വഴിപാട് യാഗവും ഏലി പുരോഹിതന്റെ മക്കൾ നിന്ദിച്ചതുകൊണ്ട് അടുത്ത യുദ്ധം വന്നപ്പോൾ ഏലിയുടെ മക്കൾ ദൈവത്തിന്റെ പെട്ടകവുമായി കടന്നുപോയി. ആ പടക്കളത്തിൽ വെച്ച് ഏലിയുടെ 2 മക്കളും കൊല്ലപ്പെട്ടു. ദൈവത്തിന്റെ പെട്ടകം അതെ പിടിക്കപ്പെട്ടു. അസ്തോദിലേക്ക് കൊണ്ടുപോയി അവരുടെ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവച്ചു. നമുക്കത് വ്യക്തമായി അറിയാം. അവരുടെ ദൈവം 3 കഷ്ണമായി മുറിഞ്ഞു. അവിടുത്തെ പ്രഭുക്കന്മാർക്കെല്ലാം മൂലക്കുരു വന്നു, ഇരിക്കാൻ കഴിയാതെ. ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ കാളവണ്ടിയില് അതേ കറക്കുന്ന പശുക്കളെ കെട്ടി ആ പെട്ടകവും വെച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചതായി ദൈവത്തിന്റെ വചനം പറയുന്നു. ഏലി പുരോഹിതന്റെ മക്കൾ അവരെ കൊല്ലപ്പെട്ടതും ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടതും അറിഞ്ഞിട്ട് ആ വർത്തമാനം കേട്ട് ലേവി ഇരിക്കുന്ന ആസനത്ത് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. എല്ലാം കേൾക്കുന്ന ദൈവമേ, ദൈവമേ, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ലേവിയ പൗരോഹിത്യ പ്രകാരമുള്ള ഏലിയും അതേ തന്റെ മക്കളും പട്ടുപോയ സ്ഥലത്ത് ബാലനായ ശമൂവേലിനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വേലയ്ക്ക് ഒരു മുടക്കവുമില്ല. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നിസ്വസ്ഥനായി നോക്കിയില്ലെങ്കിൽ ദൈവം വേറെ ആളുകളെ കൊണ്ട് ചെയ്യിക്കും. കർത്താവിന്റെ കാര്യങ്ങളിൽ ഒരു കുറവും വരികയില്ല. ഇന്ന് പകൽക്കാലം ലേവിയ പൗരോഹിത്യ ക്രമപ്രകാരം അതേ പൗരോഹിത്യം കർത്താവ് വലിച്ചു കീറി. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു യോഗ്യതയില്ലാത്ത ഗോത്രത്തിൽ നിന്ന് യഹൂദ ഗോത്രത്തിന് ആ പൗരോഹിത്യം കൈമാറി. അതാണ് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ. ഈ ലോകത്തിലെ പുരോഹിതന്മാർക്കെല്ലാം ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്, യാഗം കഴിക്കുവാൻ, അല്ലെങ്കിൽ മരണം വരെ. പണ്ടുകാലത്ത് ഈ ബിഷപ്പന്മാർക്കെല്ലാം ഒരാൾ മരിച്ചാലേ അടുത്ത ആൾ വരുള്ളൂ. നമ്മുടെ യേശുദാസത്തിന് വേണ്ടി സിയാസേന ബിഷപ്പായപ്പോ ആദ്യം ഒരു നിയമം കൊണ്ടുവന്നു, 65 വയസ്സാകുമ്പോൾ വീട്ടിൽ പോയിക്കോളണം. അത്ര പ്രാഗല്യമുള്ളത്. അതുകൊണ്ട് ഇന്ന് എല്ലാ സഭകളിലും ഏകദേശം ആ ഒരു ക്രമീകരണം വന്നു. മാർപ്പാപ്പമാർക്കാണ് അങ്ങനെ മരണം വരെ മാർപ്പാപ്പയായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന മാർപ്പാപ്പ അദ്ദേഹം തന്റെ ദേഹാസ്വസ്ഥതയുണ്ട്. അദ്ദേഹം ഞാൻ തന്നെ വിരമിക്കുകയാണോ, വേറെ നിങ്ങൾ മാർപ്പാപ്പയാക്കിക്കൊള്ളാൻ. എല്ലാ തലങ്ങളിലും അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുക. മരണം മുഖാന്തരം അടുത്തൊരു മഹാപുരോഹിതൻ തിരഞ്ഞെടുക്കുകയല്ല. ഈ ലോകത്തിൽ എന്നേക്കുമുള്ള മഹാപുരോഹിതൻ നമ്മുടെ കർത്താവ്. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ 6:20 വാക്യം 6:20. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ ലോകത്തിലെ യാഗങ്ങളുടെ ആവശ്യമില്ല. കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ ആട്ടുകുട്ടിയെ കൊണ്ടുവരേണ്ട, കാളക്കിടാവിനെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. ആ യേശു കർത്താവിന്റെ സന്നിധിയില് നുറുങ്ങിയ ഹൃദയത്തോടെ ആര് വരുന്നുവോ അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ കർത്താവ് ശക്തനാണ്. എബ്രായർ 7-11 വാക്യം. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? ലേവി ഗോത്രത്തിൽ അഹരോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്വം കറക്റ്റായിരുന്നുവെങ്കിൽ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പൗരോഹിത്യം വരേണ്ട കാര്യമില്ല. 2 പൗരോഹിത്വം ഭൂമിയിൽ വേണ്ട, ഒറ്റ പൗരോഹിത്വം മതി. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ യേശുവാണ്.
അതുകൊണ്ട് കർത്താവ് സഭകൾ എഴുതുമ്പോൾ പറഞ്ഞു, നീ ഒന്നുകിൽ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ ഊഷ്ണവാനായിരിക്കണം. നീ ശീതവാനുമല്ല ഊഷ്ണവാനുമല്ലായവയാൽ നീ എന്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയുമെന്നാണ്. കർത്താവ് ഉമിണ്ട് കളയാതിരിക്കുവാൻ നാം ഒന്നിനോട് വിട്ട് മറ്റൊന്നിനോട് പറ്റിച്ചേരുവാൻ യേശു കർത്താവാകുന്ന മൽക്കീശേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ നിത്യമായ പുരോഹിതനാണ്. ആ പൗരോഹിത്യത്തിന് അന്തമില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ ആ പൗരോഹിത്യത്തിന് കീഴിലാണ് ശുശ്രൂഷിക്കുന്നത്. നമുക്കൊരു ഉടയവനുണ്ട്, നമുക്കൊരു വഴികാട്ടിയുണ്ട്. നമ്മളത് തിരിച്ചറിയണം. പിന്നെയും കർത്താവ് പറയുന്ന വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. പിന്നെ നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നമ്മൾ അടിമത്വത്തിൽ തലവെച്ചു കൊടുത്ത് പിന്നെയും നമ്മൾ ബന്ധിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ ലേഖ്യ പൗരോഹിത്വത്താൽ സമ്പൂർണ്ണ വന്നിരുന്നു എങ്കിൽ, ലേവ്യ പൗരോഹിത്വം കറക്റ്റ് ആയിരുന്നുവെങ്കിൽ, വിള്ളലില്ലാതിരുന്നുവെങ്കിൽ മറ്റൊരു പൗരോഹിത്വത്തെ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. നമ്മുടെ യേശു മൽക്കീശേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായി എന്നേക്കുമായുള്ള മഹാപുരോഹിതൻ. ഇബ്രാഹിം 4-ാം അധ്യായം 14-ാമത് വാക്യം. ആകാശത്തിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നാം നമ്മുടെ വിശ്വാസവും സ്വീകാര്യവും മുറുകെ പിടിച്ചുകൊള്ളുക. ആകാശത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഏക മഹാപുരോഹിതൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ ലോകത്തിലെ ഒരു മഹാപുരോഹിതനും ആകാശത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 500 നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ വീണ്ടും വരും. ആകാശത്തിലൂടെ കടന്നുപോയ മൽക്കീശേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ചില നാളുകൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതൻ. ആ പൗരോഹിത്യത്തിന് ആദ്യവുമില്ല അവസാനവുമില്ല. റോമാലേഖനം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവമക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെയും ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ഏത് സമയത്തും ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. ഏത് സമയത്തും ആ മഹാപുരോഹിതനായ ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിന്റെ അടുക്കലേക്ക് കടച്ചെല്ലുവാൻ നമുക്ക് അവകാശമുണ്ട്. മനുഷ്യന് പരിമിതികളുള്ളപ്പോൾ ദൈവത്തിന് ഒരു പരിമിതിയില്ല. നമ്മൾ കേട്ടു, ഈ കർത്താവ് അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവനായതുകൊണ്ട് സർവഭൂമിയിലേക്ക് ഊടാടി ചെല്ലുന്ന 7 കണ്ണ് ദൈവത്തിനുണ്ടെന്ന് ദിനവൃത്താന്ത പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിന് ഏത് സമയത്തും നമ്മെ കാണുവാനും അറിയുവാനും കഴിയും. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യമേ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. എന്റെ കർത്താവ് ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, മൽക്കീശേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ, എന്നേക്കുമുള്ള പുരോഹിതൻ. അതെ,
അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ് മൽക്കീസേദെക്ക്. ആ ക്രമപ്രകാരം അതേ ലേവിയ ഗോത്രത്തിൽ നിന്ന് അഹരോന്യ പാരമ്പര്യത്തിൽ നിന്ന് ആ പൗരോഹിത്യം പറിച്ചെടുത്ത് ക്രിസ്തു യേശുവിന്റെ മേൽ പകരപ്പെട്ടത് നാം ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച പിശാചിനോട് പോരാടുവാൻ അധികാരവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 11-ാമത് വചനം. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെ കുറിച്ച് തന്നെ. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക, അവന്റെ മേൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവമക്കൾ ഭയപ്പെടരുത്. ഈ ലോകത്തിന്റെ പ്രഭുവിനെ നമ്മൾ ഭയപ്പെടരുത്. സ്വർഗത്തിലെ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത് സകലത്തിന്റെ മേലിൽ ജയം കൊള്ളുവാൻ. പൗരോഹിത്വം അഹരോന്യ കുടുംബത്തിൽ നിന്ന്, അഹരോന്യ പാരമ്പര്യത്തിൽ നിന്ന്, ലേവി ഗോത്രത്തിൽ നിന്ന് പറിച്ചെടുത്ത് യഹൂദ ഗോത്രത്തിന് കൈമാറിയത് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കേണ്ടതിന്. അതുകൊണ്ട് ദൈവവേലക്കാരന് പെൻഷൻ പറ്റുന്നത് അവന്റെ പേര് സ്വർഗത്തിൽ വിളിക്കുമ്പോഴാണ്. അതുവരെ പെൻഷനില്ല. ഈ ലോകപ്രകാരം മനുഷ്യർ മാറ്റി നിർത്തിയാലും എന്റെ കർത്താവ് നിത്യ പൗരോഹിത്യം സ്വീകരിച്ച എന്നത്തേക്കുമായി സ്വർഗത്തിൽ വസിക്കുമ്പോൾ കർത്താവ് അവനെ പൗരോഹിത്യം മാറ്റണം. ദൈവം നമ്മെ മാറ്റുന്നത് വരെ വിശ്വസ്ത മഹാപുരോഹിതനായ കർത്താവിന്റെ അനുയായികളായി തീരുക. ആ കർത്താവിന്റെ വാക്കുകളെ അനുസരിച്ച് മുന്നേറുവാൻ നാം തയ്യാറാണെങ്കിൽ ലോകത്തെ നമുക്ക് ജയിക്കാൻ കഴിയും. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 54 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം മനുഷ്യനെ പാപത്തിലേക്ക് വലിച്ചെടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് യാഗം കഴിച്ചാൽ നാളെ മുതൽ പിന്നെയും പാപം ചെയ്തു വന്നു. ഇന്നത്തേക്കുള്ള മെസ്സേജ് ഞാൻ തയ്യാറാക്കി തിങ്കളാഴ്ച രാത്രിയാണ്. തിങ്കളാഴ്ച രാത്രി ഞാൻ ഈ ഭാഗം കുറിച്ച് ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് ഇത് മരണവെട്ടി വായിക്കുന്ന ഭാഗമല്ലേ? കഴിഞ്ഞ ദിവസം ആ മരണവെട്ടി ശുശ്രൂഷ നടത്തുമ്പോൾ ഇതേ ഭാഗം വായിക്കേണ്ടി വന്നു. അന്ന് എനിക്കറിയില്ല ഈ ആഴ്ചയിൽ അത് ഈ സഭായോഗത്തിലൂടെ ഒരു അടക്ക ശുശ്രൂഷ നടത്തേണ്ടി വരുന്നത്. ഇന്ന് ദൈവത്തിന് അതെ, അന്ന് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് തന്ന ചിന്തയാ. അനേക മരണവീടുകളിൽ ഈ ഭാഗം വായിക്കുമ്പോൾ സാധാരണ മരണവീട്ടിൽ മാത്രം വായിക്കുന്നതാ ഇല്ല. എന്റെ കർത്താവ് നിത്യ പൗരോഹിത്യം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ആകാശത്തിലൂടെ കടന്നുപോയ ആ ശ്രേഷ്ഠ മഹാപുരോഹിതനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവവേദനയെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഒന്നുകൂടെ വായിക്കാൻ ഭാഗം. ഹേ മരണമേ നിന്റെ വിഷമെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. എല്ലാം വായിച്ചിട്ടുള്ള ഈ ദ്രവത്വമുള്ളത് ഈ ദ്രവിച്ചു പോകുന്ന ഈ ശരീരം, അദ്രവത്വത്തെയും ദ്രവിക്കാത്ത ഒരു ശരീരത്തെയും, ഈ മർത്യമായത് ഈ മരണമുള്ള ശരീരം, അമർത്യത്തെയും ഈ മരണമില്ലാത്ത ഒരു ശരീരത്തെയും ധരിക്കുമ്പോൾ അവിടെയാണ് ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ നിലനിൽപ്പ്. ഈ ലോകത്തിന്റെ പൗരോഹിത്യം അടക്കം കൊണ്ട് അവസാനിക്കുമ്പോൾ, ശവക്കോട്ടയിൽ അവസാനിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട നിത്യജീവന്റെ വിത്തകത്തുള്ള ഒരു ദൈവവേദന മരണമല്ല, അവന്റെ ജീവിതകാലം മുഴുവന് നിത്യ പൗരോഹിത്യമാണ്.
നിത്യപൗരോഹിത്വം വഹിച്ച ആ കർത്താവിന്റെ അതേ വംശാവലിയിൽ നമ്മൾ ഉൾപ്പെടുകയാണ്. കർത്താവ് പേർ വിളിച്ച് തന്റെ രാജ്യത്തിൽ ചേർക്കുവാൻ അവിടെ ദ്രവത്വമില്ല, അവിടെ മരണമില്ല. മരണത്തിന്റെ വിഷമുള്ളായ പാപത്തിന് സ്വാധീനം ചെലുത്തുന്ന ന്യായപ്രമാണത്തെയും മുറിച്ചു കളഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം നിത്യ പുരോഹിതനായ ആകാശത്തിലൂടെ കടന്നുപോയ ആ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുവിൽ ആശ്രയം വെച്ചാൽ പാപത്തിന്റെ വിഷമുള്ള ദൈവം ഒളിച്ചു കളയും. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിനെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അവിടെ മരണം നീക്കി സുവിശേഷം കൊണ്ട് ജീവനും അക്ഷരയും വെളിപ്പെടുന്ന ദൈവത്തിന് സ്തോത്രം. സുവിശേഷം നമ്മൾ സ്വീകരിച്ച എബ്രായലേഖനം സാഹചര്യം നമ്മൾ ചിന്തിച്ചു. എന്താ? കേട്ടതറിയോ സത്യയുടെ കാര്യങ്ങളുണ്ട്, പിന്നെയോ കേൾപ്പാൻ മാന്യമുള്ളവരായി മാറി. അതുകൊണ്ട് സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിച്ചു. ദൈവം ഹൃദയത്തിനകത്ത് ഉള്ളിൽ ക്ഷീണവും മടുക്കുമാണ്. അതുകൊണ്ട് ദൈവത്തെ ചവിട്ടിക്കളയുന്നു. നമ്മെ വീണ്ടെടുത്ത ക്രിസ്തു യേശുവിന്റെ നിയമരത്നത്തെ മല്ലമെന്നുള്ളതും ചെയ്തു. കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചു. അതാണ് എബ്രായലേഖനങ്ങളുടെ സാഹചര്യം. ഇന്ന് പകല് ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. ആ കർത്താവിൽ വിശ്വസിക്കുവാൻ ഈ ലോകത്തിലെ പൗരോഹിത്വം அதை അവസാനിക്കുമ്പോൾ ഈ ലോകത്തിലെ പാസ്റ്റർമാരെ നിങ്ങൾ ആശ്രയിച്ചാൽ ആ വ്യക്തിയുടെ മരണം വരെ അല്ലെങ്കിൽ ശുശ്രൂഷ കാലം തികയുന്നത് വരെ മാത്രമേ ആ മനുഷ്യനെ ആശ്രയം വയ്ക്കുകയുള്ളൂ. യേശു ആശ്രയിച്ച് ദൈവവൈദ്യന ഈ ലോകത്തിന് അപ്പുറം കർത്താവ് വാഗ്ദത്തം ചെയ്യുകയാണ്. സ്വർഗത്തിലേക്ക് കയറ്റുവാൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ആ അടയ്ക്ക് എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവമുഖത്തേക്ക് നോക്കാം. ഹല്ലേലൂയ. ഈ ലോകപ്രകാരമുള്ള ലേവി ഗോത്രത്തിൽപ്പെട്ട അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ഈ ലോകപ്രകാരമുള്ള പൗരോഹിത്യത്തെ ദൈവം ഉടച്ചു കളഞ്ഞിട്ട് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ, ആകാശത്തിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനെ സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കി. ആ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ആ കർത്താവിന്റെ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്, കർത്താവ് മരണം ആസ്വദിച്ചത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ച ക്രൂശിൽ യേശു ജയോത്സവം കൊണ്ടാടി എന്നെ തന്റെ മകനാക്കി മാറ്റുവാൻ, അസ്വർഗീയ പൗരത്വത്തിന്റെ ഓഹരിക്കാരാക്കി മാറ്റുവാൻ, നിത്യജീവന്റെ അവകാശിയാക്കി മാറ്റുവാൻ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ന്യായപ്രമാണം പറയുമ്പോൾ എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ മരക്കുരിശിൽ യാഗമായത് എന്റെ ശാപത്തിൽ തന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഇന്ന് പകരം പുതിയ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ലേവ്യ പൗരോഹിത്യത്തിൽ നിന്ന്, അഹരോന്റെ പാരമ്പര്യ പൗരോഹിത്യത്തിൽ നിന്ന് ക്രിസ്തുയേശുവിലുള്ള പുതിയൊരു പൗരോഹിത്യത്തിലേക്ക്, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം പൗരോഹിത്യത്തിലേക്ക് നമുക്ക് പറയുവാൻ എന്താണ്? പ്രാഗൽഭ്യം. അമോന്യനും മോവാബ്യനും 10ാം തലമുറ വരെ പോലും ദൈവശ്രീ പ്രവേശിക്കരുതെന്ന്, ദൈവാലയത്തിൽ പ്രവേശിക്കരുതെന്ന് വിലക്കുള്ള അതേ ഗോത്രത്തിൽ നിന്ന് ഒരു സഹോദരി നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ ആ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് യേശുവിന്റെ വല്യമ്മച്ചിയായി തീരുവാൻ ആ യൂത്തിന് ഭാഗ്യം ലഭിച്ചെങ്കിൽ ഒരു യോഗ്യതയും പറയുവാൻ
പറയാനില്ലാത്ത, ഒരു പ്രാഗൽഭ്യവും പറയാനില്ലാത്ത കുഴല് ചേറ്റിലായിരുന്നു നമ്മെ, നാശകരമായ കുഴിയിലായിരുന്നു നമ്മെ. എന്റെ കർത്താവ് തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി, നമ്മെ ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റി, ആ സ്വർഗീയ പൗരോഹിത്യത്തിന്റെ ഓഹരിക്കാരാക്കി മാറ്റി. ആ ദൈവത്തിന് നന്ദി പറയുവാൻ എത്ര പേർ തയ്യാറാണ്? ആദരം തുറന്ന് ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ആരും തയ്യാറാകുന്നു? നമുക്ക് വേണ്ടി ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അവന്റെ പൗരോഹിത്യത്തിന് അവസാനമില്ല. ഇന്ന് പകൽ ഒരു പുതിയ പൗരോഹിത്യം നമ്മുടെ മേൽ ദൈവം കൈമാറുകയാ. നാശത്തിലേക്കല്ല, നിത്യതയിലേക്ക്, നരകത്തിലേക്കല്ല, നിത്യതയിലേക്ക് കൈമാറപ്പെടുക ഒരു പൗരോഹിത്യം ഇന്ന് പകൽക്കാലം ആ കരങ്ങളെ തട്ടി ആ ദൈവത്തിന് മഹത്വം കൊടുത്ത്
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് അപ്പന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ദൈവ കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, കടന്നു വന്ന ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിന്റെ പാരമ്പര്യം വിട്ടോ മൽക്കീസേദെക്കിന്റെ പ്രക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതനെ അനുഗമിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. മടക്കയാത്രകളിൽ കൂടിയിരിക്കണം. സന്തോഷത്തോടെ സ്വഭവനങ്ങളിൽ പോയി നിർഭയം വസിച്ച് പിന്നെയും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ എല്ലാവരെയും മറച്ചുകൊള്ളണം. അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോട് ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. സമാധാനത്തോടെ പോകാം. ദൈവം നമ്മെ